ശബരിമല സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ജോലികൾ അവസാനിക്കാറാകുന്നു. അതിനുശേഷം ഒരുപക്ഷെ ദേവസ്വം ബോർഡൊക്കെ മാധ്യമങ്ങളെ കാണുമെന്ന് കരുതുന്നു. മറ്റേതൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയാണ് സ്ഥലത്തുള്ളത്? മറ്റേതെങ്കിലും പ്രത്യേക ഇതിൻ്റെ നിലവിലെ വിവാദങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ അവിടെ? നിലവിലെ വിവാദങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് ആൾക്കാരും തന്നെ ഇല്ല. ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ അവിടെ നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ 2 അംഗങ്ങൾ, അജികുമാർ, അതുപോലെ തന്നെ സന്തോഷ്, അങ്ങനെ 2 അംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ള ആൾക്കാരുണ്ട്. സാധാരണ ഒരു മാസപൂജയ്ക്ക് സാധാരണ ഒരു മാസപൂജയ്ക്ക് എങ്ങനെയാണോ ശബരിമലയിൽ ഉണ്ടാകുന്ന ഒരുക്കങ്ങൾ, അതിന് സമാനമായി തന്നെയാണ് പോലീസിൻ്റെ എണ്ണമൊക്കെ തന്നെ അങ്ങനെയാണ്. പക്ഷേ ഞായറാഴ്ച വൈകിട്ടോടുകൂടി എസ് പിമാരുടെ നേതൃത്വത്തിൽ 5 എസ് പിമാർ, DIG, IG അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തി അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ദേവസ്വം കോംപ്ലക്സിലാണ് രാഷ്ട്രപതിക്ക് വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും സ്പെഷ്യൽ കമ്മീഷണറെയൊക്കെ തന്നെ മുറിയുള്ള ആ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ നിന്ന് ആൾക്കാരെ ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കി അവർക്ക് മറ്റ് മുറികൾ നൽകുന്നുണ്ട്. മാത്രമല്ല ബാക്കി ഈ ഇവിടെ താമസിച്ചും ഈ വിഷയമൊക്കെ നടത്താൻ വരുന്ന ഭക്തന്മാർക്ക് മുറികൾ ലഭിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ, ഏറെ ആൾക്കാർ ഇവിടെ തങ്ങി ഒരു അടുത്ത ദിവസത്തെ പൂജ കൂടി കണ്ടിട്ട് മടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ മുറികളുടെ ബുക്കിങ്ങിലും വലിയ ഒരു നിയന്ത്രണമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം ഏകദേശം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ദ്വാരപാലക ശില്പങ്ങൾ സ്ഥാപിക്കുന്ന ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടെ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്കെല്ലാം മൂലകാരണമായിട്ടുള്ള ഇവിടെ നിന്ന് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്നുകൊണ്ടുപോയ, മോഷ്ടിച്ചുകൊണ്ട് പോയ ആ സംഭവത്തിൽ ഇപ്പോൾ പുതിയ സ്വർണം പൂശി ആ ശില്പത്തിലെ ചെമ്പുപാളികൾ, സ്വർണ്ണം പൂശി ചെമ്പുപാളികൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു, ശുഭമായി പര്യവസാനിച്ചിരിക്കുന്നു. ഇതിൽ നേരത്തെ ശ്രീകോവിലിന് മുന്നിലുള്ള കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ച അതേ അനു തന്നെയാണ് ഇതിനും ഈ ചുമതലയും ഏറ്റെടുത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ഈ ചുമതലകൾക്കായി, സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന ചുമതലകൾക്കായി അദ്ദേഹത്തെ നിയോഗിച്ചത്. ഇപ്പോൾ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അനു അവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ശുദ്ധിക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ശരി, ശബരിമല സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് കണ്ണൻ നായർ എന്നോട് പങ്കുവച്ചത്. ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു.